ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് പോയിട്ടുള്ളൊരു വ്ളോഗാണ് ഇത്. കുറേ നാൾക്ക് മുമ്പ് എടുത്തു വെച്ചിരുന്ന ഒരു വ്ളോഗാണ്. അച്ഛനും അമ്മയും അനിയന്മാരും പിന്നെ അതേപോലെ ഞാനും അഖിലും കൂടിയാണ് പോയത്. അപ്പോൾ ഞങ്ങൾ പോയ സമയം ജൂണിലോ ജൂലൈയിലോ ആ ഒരു സമയത്താണ് പോയത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് തലേദിവസം വണ്ടി എടുത്തിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഡീസലൊക്കെ അടിച്ചു. ഞങ്ങൾ ലെക്സയും ബെല്ലേ അപ്പോൾ ചെറുതായിരുന്നു. അപ്പോൾ ലെക്സ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി. 3 ദിവസത്തേക്ക് അപ്പോൾ ആരും കാണൂലല്ലോ. ബെല്ലെ അതേപോലെ തന്നെ അഖിലിൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലാണ് കൊണ്ടാക്കിയത്. ഞങ്ങൾ ശരിക്കും ഒരു രാവിലെ 2:30ക്കാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പോകുമ്പോൾ അധികം വിഘ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു തേങ്ങ ഉടച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ തേങ്ങ ഉടച്ചിട്ട് കാര്യമൊന്നുമില്ലായിരുന്നു. കുറച്ചധികം വിഘ്നങ്ങൾ ഞങ്ങൾക്ക് വഴിയിൽ നീളെ വന്നുകൊണ്ടാണ് ഇരുന്നത്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒരു അരമണിക്കൂർ പോലും ആയില്ല. അപ്പോഴത്തേക്കും വണ്ടിയിൽ എന്തോ വാർണിംഗ് കാണിച്ചു. എന്താണെന്ന് നമുക്കൊന്നും മനസ്സിലായില്ല. പിന്നെ അതിനുശേഷം വണ്ടി നിർത്തിയിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവസാനം ആരൊക്കെ കൂടി തള്ളിയിട്ടാണ് ഞങ്ങൾ വണ്ടി സ്റ്റാർട്ടായത്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും എവിടെയെങ്കിലും വെളുപ്പാങ്കാലം ആകുമ്പോൾ ഒരു വർക്ക്ഷോപ്പിൽ കാണിക്കണമെന്ന്. അപ്പോൾ അഖിലിനിങ്ങനെ ഡൗട്ടായിരുന്നു. പോകുന്ന വഴിക്ക് വീണ്ടും നിന്ന് പോയി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് ഞങ്ങൾ നിർത്തി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊന്നും സ്റ്റാർട്ടാവുന്നില്ല. വീണ്ടും തള്ളിയിട്ടൊക്കെയാണ് ഞങ്ങൾ സ്റ്റാർട്ടാക്കിയത്. അപ്പോൾ രാവിലെ നല്ല മഞ്ഞുണ്ടായിരുന്നു. ഞങ്ങൾ കോട്ടയം അടുപ്പിച്ചെത്തി. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഒട്ടും വണ്ടിയിൽ നിന്നൊക്കെ ഇങ്ങനെ പുക വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒട്ടും എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ വർക്ക്ഷോപ്പിൽ കൊണ്ട് ഇട്ടപ്പോൾ അപ്പോൾ കട തുറന്നിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന നമ്പറിൽ വിളിച്ചിട്ട് അവരുടെ അടുത്ത് ഒന്ന് പെട്ടെന്ന് വരുമെന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ ഒരു അരമണിക്കൂറിനുള്ളിൽ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് വണ്ടിയൊക്കെ നോക്കി. അപ്പോഴത്തേക്കും പുക പട്ടലമൊക്കെ ആയിരുന്നു അവിടെ. അപ്പോൾ എന്താ ആ ചേട്ടൻ പറഞ്ഞു ഒരു 1.5 മണിക്കൂറോളം എടുക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ എന്തായാലും അത്ര സമയം തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു. കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഹൈ റേഞ്ച് കയറുന്ന ആ സമയത്ത് എന്തെങ്കിലും പറ്റിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഫുഡ് കഴിക്കാമെന്ന് രാവിലത്തെ. ശരിക്കും രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ആ കടയിൽ കയറിയപ്പോൾ അവിടെ ഉള്ളവരെല്ലാം ഞങ്ങൾ ഒരുമാതിരി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് മെയിൻ്റനൻസ് നടക്കുന്ന, പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായി മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹോട്ടലായിരുന്നു. പക്ഷേ അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ട്. ഇത്തിരി താമസിച്ചാണ് ആവുന്നതെന്ന് തോന്നുന്നു. ഞങ്ങളവിടെ പോയി കുറച്ചൊരു ഇരുന്നു. അപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് ഇടിയപ്പം മുട്ടക്കറിയൊക്കെ ആയത്. അതാണ് അവർ ഞങ്ങളത് നോക്കിയത്. എനിക്ക് തോന്നുന്നു അങ്ങനെ അധികം ആരും വരാത്തതായിരിക്കാം എന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പിന്നെ അങ്ങോട്ട് യാത്ര തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം പോയപ്പോൾ ഞങ്ങൾക്ക് ഒരു ലെഫ്റ്റ് സൈഡിലൊരു ബോർഡ് കണ്ടു, മാർമല വാട്ടർഫാൾസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ ചോദിച്ചു നമുക്ക് പോകാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തായാലും സമയം കിടക്കില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മാർമല വാട്ടർഫാൾസിലോട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പോയി വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് റോഡ് വളരെ ചെറുതാണ്. ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ ഭയങ്കര പാടായിരിക്കും. ലാസ്റ്റ് ഞങ്ങൾക്ക് കൺഫ്യൂഷനായി, ഇവിടെ ഇങ്ങോട്ട് ഡാം ഉണ്ടോ എന്ന് വെച്ചാൽ വാട്ടർഫാൾസ് ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനായി. കുറേ ദൂരം എന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ അധികം ദൂരം കുറേ നേരം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ലാസ്റ്റാണ് എൻഡിലാണ് ഞങ്ങൾക്ക് ഈ വാട്ടർഫാൾസ് കാണാൻ പറ്റിയത്. കുറേ ദൂരം ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ദൂരം നിന്ന് കണ്ടപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം പോലെ ഞങ്ങൾക്ക് തോന്നി. അടുത്തടുത്ത് പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഈ ഒരു വാട്ടർഫാൾ കാണാനാണ് ഞങ്ങൾ ഇത്രയും ദൂരം വന്നതെന്ന് വിചാരിച്ച്. അപ്പോൾ ഞങ്ങൾ ഇത്രയും ദൂരം വന്നാൽ വളരെ നഷ്ടമായിപ്പോയെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അപ്പോൾ അതുവഴി വന്നിട്ട് പറഞ്ഞത് ഇതല്ല. ഞങ്ങളിങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരുന്നു ഇതാണോ എന്ന്. അപ്പോൾ അതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് സ്പോട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ 30 രൂപ. ഞാൻ വന്നതേ തിരുപ്പൂരി തലക്കെട്ട്. ഇവിടെ കൂടെ വെള്ളം വരുമോ?
ഇത് റിസ്ക് സ്ഥലമാണ്. ഒന്ന് പിടിച്ചോ. ഇങ്ങോട്ടോ എടാ ആദ്യം Where is the place? Heaven. Shindacha. അങ്ങനെ മാർമല ഡാം എല്ലാം കണ്ട് അവിടെ എല്ലായിടത്തും ഫോട്ടോ എല്ലാം കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അടുത്ത് പോയത് വാഗമണ്ണാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് ഒരു ട്രക്കിംഗ് ഉണ്ടായിരുന്നു. അവർ 5 സ്പോട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കുമ്പോൾ ഒരു കുന്നിൻ്റെ മണ്ടയിൽ നോക്കുമ്പോൾ ഒരു ഡാം കാണാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞങ്ങൾ വിചാരിച്ച് ഡാമൊക്കെ അടുത്ത് പോയി ഒന്ന് കാണാൻ പറ്റുന്നു. പക്ഷേ അങ്ങനെയല്ല, ഇങ്ങനെ ഒരു സ്പോട്ട് ചെയ്ത് തന്നു ഇവിടെയാണ് ഡാം എന്നുള്ള രീതിയിൽ. പിന്നെ ഒരു ടണലുണ്ടായിരുന്നു, പിന്നെ ഒരു വാട്ടർഫാൾസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ ഞങ്ങൾക്ക് കൊണ്ട് കാണിച്ചു തന്നു. ഞങ്ങൾ കൂടെ വന്ന ആൾ നല്ലൊരാളായിരുന്നു. കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് നന്നായിട്ട് ട്രക്കിങ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റി. അത്ര നല്ല അടിപൊളിയായിട്ട് ഞങ്ങളെ കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ നല്ല ഏറ്റവും കൂടുതലായിട്ട് തേയിലയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു തന്നതാണ് ഇവിടെ ഏത് ക്ലൈമറ്റിലാണെങ്കിലും തേയില വളരും. അപ്പോൾ നമ്മൾ കുറേ എഫേർട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല, അതൊക്കെ കൊണ്ടാണ് തേയിലയൊക്കെ ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് ആ ഒരു സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ടണലിൽ പോകുന്നതും അതേപോലെ തന്നെ അവിടുത്തെ ഒരു വാട്ടർഫോളിൽ ഇറങ്ങുന്നതൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്തതായിരുന്നു. പക്ഷേ അഖിലിൻ്റെ ഫോണിൻ്റെ ഇടയ്ക്ക് വെച്ച് കംപ്ലൈൻ്റ് ആയി പോയതുകൊണ്ട് അത് ആ വീഡിയോ അങ്ങ് മിസ്സായിപ്പോയി. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോ ഞങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ ടണലിൽ കൂടി വെള്ളം വരുന്ന നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല അടിപൊളിയായിരുന്നു അവിടെ നിൽക്കാനും അത് കാണാനൊക്കെ ആയിട്ട്. പിന്നെ അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വരുന്ന വഴിക്ക് തന്നെ അവിടെ തേയിലത്തോട്ടത്തിൽ ഇറങ്ങി കുറച്ച് ഫോട്ടോ എടുത്ത്. അപ്പോൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ ഞങ്ങൾ പോയത് മെഡോസിലോട്ടാണ്, അതായത് മുട്ടക്കുന്ന്. ഞങ്ങൾ ഒരനിയും വന്നിട്ടില്ല, അന്ന് വണ്ടി തന്നെ കിടന്നുറങ്ങിയായിരുന്നു. അവന് വയ്യാന്ന് പറഞ്ഞിട്ട്. അവിടെ പോയപ്പോൾ നല്ല മഴക്കോളം ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇപ്പം മഴ പെയ്യുന്നു, പക്ഷേ എങ്ങനെയോ മഴ പെയ്യാതെ ഇങ്ങനെ പിടിച്ച് നിന്നു. പക്ഷെ നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു എന്ന് വെച്ചാൽ ആ ക്ലൈമറ്റ്. പക്ഷേ ഇവിടെ ഒരു വെയിലായിരുന്നെങ്കിൽ നമുക്ക് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായേനെ. പക്ഷേ ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് അവിടെ നിൽക്കാനൊക്കെ പറ്റി. നന്നായിട്ട് ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല സ്ഥലമായിരുന്നു.
ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു പേടിയൊന്നും ഇല്ലാതെ കയറിപ്പോയത്. പക്ഷേ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അഖിൽ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഫോൺ പൊക്കി വെച്ചെടുത്താലേ ഫുൾ വ്യൂവും കിട്ടുള്ളൂ, അതെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കുള്ളൂ. പക്ഷേ എൻ്റെ പേടി കൊണ്ട് ഞാൻ അത്രയ്ക്കൊന്നും പോയില്ല. അഖിൽ സൈക്ലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആകാശത്തൂടെ കയറ് കെട്ടിയിട്ട്. പിന്നെ അതിനുശേഷം ഞങ്ങൾ മുട്ടക്കുന്ന് കഴിഞ്ഞതിന് ശേഷം അടുത്ത് പോയത് പൈൻ ഫോറസ്റ്റിലോട്ടായിരുന്നു. ഞങ്ങൾ പൈൻ ഫോറസ്റ്റ് എത്തിയിട്ട് അവിടെ പോകുന്ന വഴിക്കുള്ള കടകളൊക്കെയാണ് ഇതൊക്കെ. അവിടെ വെറ്റിനറി കോളേജിൻ്റെ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാട്ടും ബഹളമൊക്കെയാണ് കേട്ടത്. ഞങ്ങൾ കുറച്ചൊരു അതൊക്കെ കണ്ടതിന് ശേഷമാണ് പിന്നെ ഇറങ്ങിയത്. പോടാന്ന് വിളിക്കാത്തത് അവര് പോയി. ഓ ഗൈസ്, ഇതിൻ്റെ ചേട്ടൻ തന്നെ വേണ്ടേ? കണ്ടിരിക്കും അല്ല അങ്ങോട്ട് വാ. മതി മതി വിളിക്കാം. വീഡിയോ കാണിക്കട്ടെ. പെട്ടി വീടാ പട്ടി. അജി ഫ്രണ്ടിന്നാടാ. എനിക്ക് കരിമ്പന ഉത്രട്ടാതി കരിമ്പന രേവതി 26ാമത്. രണ്ടെന്ന് തോന്നുന്നു. നീ ഭരണിയാ? അച്ഛനല്ലേ കാർത്തിക? ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി രസമായിട്ടുള്ള സ്ഥലമായിരുന്നു. ഈ വീഡിയോ കാണുന്നേക്കാളും ഭംഗിയാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഡയറക്റ്റായിട്ട് പോയത് മൂന്നാറിലോട്ടാണ്. അപ്പോൾ മൂന്നാർ ഞങ്ങൾ എത്തിയപ്പോൾ ഒരു 7 മണിയായപ്പോൾ ഇതായിരുന്നു അവിടുത്തെ അവസ്ഥ. അപ്പോൾ മൂന്നാർ അടുത്ത ദിവസം കറങ്ങാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ ഒരു റൂമായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അവിടെ റൂം കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ അന്വേഷിച്ചതിന് ശേഷം ഒരു ചേട്ടൻ ഞങ്ങളടുത്ത് പറഞ്ഞു അവിടെ ഒരു കോട്ടേജ് തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ശരി പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കോട്ടേജിലോട്ടാണ് പോയത്. 5000 രൂപയായിരുന്നു റെൻറ്റ്. പക്ഷേ നല്ല അടിപൊളി കോട്ടേജായിരുന്നു. രണ്ട് സെപ്പറേറ്റ് കോട്ടേജായിരുന്നു തന്നത്. ഒന്നിൽ 2 ബെഡ്, ഇങ്ങനെ 2 ബെഡ്റൂമും ഉണ്ടായിരുന്നു. പിന്നെ വേറൊന്നിൽ ഒരു വലിയൊരു ബെഡ്റൂമായിരുന്നു. പക്ഷേ അതിൽ 2 ബെഡ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയായിരുന്നു. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു 8 മണിക്കാണ് ഇവിടെ വന്ന് കയറിയത്. പക്ഷേ ഇവിടുത്തെ റൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെപ്പോൾ 8 മണിക്കായാലും 9 മണിക്കായാലും 10 മണിക്കായാലും വന്നാലും പിറ്റേ ദിവസം ഉച്ചയ്ക്ക്, അതായത് 12 മണിയാകുമ്പോൾ നമ്മൾ വെക്കേറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ദിവസത്തേക്കെന്നാണ് പറഞ്ഞത്. നമ്മളെ നാട്ടിലൊക്കെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറൊന്നല്ലേ, അങ്ങനെയാണ് നമ്മളിവിടെയൊക്കെ കണക്കാക്കുന്നത്. ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൻ്റെ പ്രശ്നമായിരുന്നു. നമ്മളടുത്ത് ശരിക്കും പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ തന്നെ റൂം ഒഴിഞ്ഞു കൊടുത്തു. പിന്നെ ഞങ്ങൾ ഫ്രഷ് ആയതിനു ശേഷം അതിൻ്റെ അടുത്തുനിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ബാക്കി വ്ലോഗ് നാളെ കാണാം. അപ്പോഴത്തേക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.